ഞാനിപ്പോ ചത്തുപോകലോ. ശ്യാമളെ ഈ പിശാശ എവിടെ പോയി കിടക്കണല്ലോ. ആ തൈലക്കുപ്പി ഇങ്ങനെ എടുക്കടി. തൈലക്കുപ്പി എടുക്ക്. എന്റെ ധൈര്യത്തിലാകെ എനിക്ക് വയ്യേ. കാലിന് വേദനയുള്ളൂ. ഇപ്പൊ ശരീരത്തിലാകെ വേദന. കൈ പോക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് തൈലം? നീ എവിടെ തൈലം? മൈദൂനെ വിളിക്ക്. മൈദൂനെ വിളിക്ക്. ശ്യാമളിച്ച് വിളിക്കുന്നുണ്ടല്ലോ. അതാ സത്യശീലിന് വയ്യാണ്ടാവുണ്ടാവും. ചേട്ടന് തീരെ വയ്യ. അതാ വരുന്നേ. ഓടി വായോ. അപ്പൊ ഓടി വന്നിട്ട് എന്താ വണ്ടി വിളിച്ചിട്ട് വരാൻ പറ. വരുമ്പോഴേ വണ്ടി വിളിച്ചിട്ട് വരുമോ നിങ്ങള്? ഞാനൊരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരാം. ഉണ്ണിയെ ബാക്കി നോക്കിയോ. എല്ലാ വായന്റെ ചോട്ടിലും കേട്ടോ. ഇനിയിപ്പോ എപ്പോഴാ വരുന്നല്ല. ഇവന് ഈ വെയ്യലും വയ്യാണ്ടാവലും തന്നെ ഒരു പണി. എന്തൊരു കഷ്ടാണ് ചെങ്ങായിനെ കൊണ്ട്. അയ്യോ മേലും കൈയൊക്കെ വേദനയാണ് സാറേ. ഇവിടെ ആദ്യം ഒരാളെ നോക്കട്ടെ, എന്നിട്ട് തന്നെ നോക്കാം. എന്റെ കാര്യമല്ല, മൂപ്പരെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. നോക്കി കൈ ഇങ്ങോട്ട് വന്നേ. കൈ കൊടുക്ക്. കൈ ഇങ്ങോട്ട് എടുക്ക്. ഡോക്ടറെ. അയ്യോ ഇവിടെ തന്റെ ലക്ഷണം നോക്കി അസുഖം പറയാൻ താൻ പശുവൊന്നുമല്ലല്ലോ. കൈ ഇങ്ങോട്ട് വന്നേ. ഡോക്ടറെ, ആദ്യം എന്റെ കാലിന്റെ മുട്ടിൽ വേദന ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ മേപ്പെട്ടൊക്കെ വേദനയായി വന്നപ്പോ കയ്യെങ്കിൽ ഒന്നും ഇളക്കാൻ വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഇന്നലെ മേലനങ്ങിയിട്ടെന്തെങ്കിലും അധ്വാനിക്കുമല്ലോ ചെയ്തോ? ഇല്ല സാറേ, ഞാൻ മേലിറങ്ങിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഉച്ച വരെ വീട്ടില് ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ നീങ്ങിയിരിക്കേ. കുഴപ്പമില്ല, പ്രശ്നമില്ല. ഞാനേ 3 ഗുളിക എഴുതുന്നുണ്ട്. അപ്പൊ അത് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലില്ല. പുറത്ത് ശീതളൻസ് മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. എന്നോട് ആര് പറഞ്ഞു? ശരി, എന്റെ ഉപ്പ ഇവിടെ കിടന്നിട്ടല്ലേ മയ്യത്തായത് ഗുളികെട്ടാണ്ട്. എന്നിട്ട് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണ്? നമ്മുടെ നാട്ടില് പിന്നെ ഇവിടെ ഇല്ലേ ആകെ ഒരു ആശുപത്രി ഉള്ളൂ. സത്യശീല, നിങ്ങൾക്കിപ്പോ ഇത് വാങ്ങി കഴിക്കണോ ഇല്ലേ? വാങ്ങാ, സുഖേടുമാരണ്ടേ. ഗരി കെട്ടാ പുലി പുല്ല് തിന്നൂലോ. തുടരണ്ടാന്ന് പറഞ്ഞ പിന്നെ എന്തിനാ തുടരണേ? നിങ്ങള് ഡോക്ടറെ പോയി കാണിച്ചാളേ. അതിന്റെ അന്വേഷണത്തിലാ ഞാൻ.